എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്, മർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് അവരുടെ സഹോദരനായ ലാസറിനെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനെ ഇവിടെ നിങ്ങളുടെ മുൻപിൽ പുനരാവിഷ്കരിക്കുന്നു. സെന്റ് ജോർജ് ഗ്രാനൈറ്റ് ചർച്ച്, മാഞ്ചസ്റ്റർ. ദീനമായി കിടക്കുന്നു. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. നാം വീണ്ടും യഹൂദിയയിലേക്ക് പോകുന്നു. റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ വാഞ്ചിടുന്നു. നീ പിന്നെയും അവിടേക്ക് പോകുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവനിൽ സൗഖ്യം വരും. ലാസർ മരിച്ചുപോയി, എന്നാൽ നാം ഇപ്പോൾ അവന്റെ അടുക്കൽ പോകുന്നു. അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമം പോകും. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് നീ വിശ്വസിക്കുന്നുവോ? കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവനെ വെച്ചതെവിടെ? കർത്താവെ, വന്നു കാണുക. നോക്കൂ, അവനെ എത്ര പ്രിയം ലാസറിനോട് ഉണ്ടായിരുന്നു. കുരുടന്റെ കണ്ണ് തുറന്നവനായിരുന്നു. ലാസറിനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ല. ആ കല്ലെടുത്ത് മാറ്റുവേ. കർത്താവേ, നാട്ടിൽ വെച്ച് തുടങ്ങി ഇപ്പോൾ 4 ദിവസമായില്ലേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ലാസറേ, പുറത്തു വരിക! ലാസറേ, പുറത്തു വരിക!